പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ വളരെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്ക ഞായറാഴ്ചകളിലും നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നുണ്ട്. കുറേ ആളുകൾ എല്ലാ ഞായറാഴ്ചകളിലും സംബന്ധിക്കുന്നു. ഈശോയ്ക്ക് നിങ്ങളോട് വലിയ സ്നേഹം, നമ്മളോട് വലിയ കരുണയുള്ളത് കൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ ഈശോ തിരഞ്ഞെടുത്ത വട്ടാലച്ചനെയും അതിനുശേഷം ബഹുമാണ്ട് ബിനോയച്ചന്, സാംസനച്ചന് എല്ലാം തുടരാൻ ഈശോ കൃപ നൽകിയതിനെല്ലാം ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കൃപയിലേക്ക് പ്രത്യേകം ചേർത്ത് വെച്ച് ഈ ശുശ്രൂഷയിൽ നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പങ്കെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ ഒരു കുഞ്ഞൊരു ശുശ്രൂഷയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ, ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരാൻ, ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിച്ച് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ. കൈകളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പറന്നിറങ്ങുക വേഗം ശാന്തിദായകനേ, അറിയുക എന്റെ ദാഹം. പാവനരൂഹായേ പറന്നിറങ്ങുക വേഗം ശാന്തിദായകനേ, അറിയുക എന്റെ ദാഹം. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. പരിശുദ്ധാത്മാവേ, വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ
പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോലെ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോലെ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, സിനായ് മലയിൽ ഇറങ്ങി വന്ന ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ, അഗ്നിരൂപനായി വരണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഓ പരിശുദ്ധാത്മാവേ, വരിക 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 പരിശുദ്ധാത്മാവേ. സീനായ് മലയിൽ മുൾച്ചെടി തന്നിൽ കത്തിയെറിഞ്ഞതുപോൽ ഞങ്ങൾക്കുള്ളിൽ തീയിടുവാനായി കൂടെ വസിച്ചിടണേ. പ്രാർത്ഥിക്കുന്നു. സീനായ് മലയിൽ മുൾച്ചെടി തന്നിൽ കത്തിയെറിഞ്ഞതുപോൽ ഞങ്ങൾക്കുള്ളിൽ തീയിടുവാനായി കൂടെ വസിക്കണമേ. പാവനരൂപ നിൻ വരദാനം എന്നിൽ ചൊരിയണമേ. ആനന്ദത്തിൻ പറുദീസായുടെ വാതിൽ തുറക്കണമേ. പാവനരൂപ നിൻ വരദാനം എന്നിൽ ചൊരിയണമേ. ആനന്ദത്തിൻ പറുദീസായുടെ വാതിൽ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് ഇവിടെ എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ. ശാന്തമായി നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോ അഭിഷേകാഗ്നി എപ്പിസോഡിലും കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ യേശു ജീവിക്കുന്ന ദൈവമാണെന്നും അവിടുന്ന് പല രീതികളിൽ ഈ എളിയ ശുശ്രൂഷകളിലൂടെ ഇടപെടുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊരു കുടുംബത്തിൻ്റെ അനുഭവം കേട്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു. തൃശ്ശൂരിൽ നിന്ന് പറപ്പൂർ ഇടവകയിൽ നിന്ന്. എൻ്റെ ഭർത്താവിന് കഠിനമായ വയറുവേദനയെ തുടർന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പിത്താശയത്തിൽ കല്ലാണെന്ന് അവർ പറഞ്ഞു. അവിടെ നിന്ന് അവർ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവരും സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ശരീരത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടിയത് കാരണം ഓപ്പറേഷൻ ചെയ്യാൻ ഇപ്പം സാധിക്കില്ല, കുറച്ച് ദിവസം അവിടെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അഭിഷേകാഗ്നി ധ്യാനം യൂട്യൂബിൽ ഞങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നു. അവിടെ നിന്ന് രോഗികളുടെ നാഥൻ എന്ന അഭിഷേകാഗ്നി ധ്യാനം ഞങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ശരീരം വിയർക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധമായി ഡിസ്ചാർജ് മേടിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങളോട് പൈസ ശരിയാക്കി ഓപ്പറേഷന് വരാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നാളിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ പിത്താശയത്തിൽ കല്ല് ഉണ്ടായിരുന്നില്ല. പിത്താശയത്തിൽ ഉണ്ടായിരുന്ന കല്ല് സമ്പൂർണ്ണമായി പരിപൂർണമായി മാറി അല്ലേ? പിന്നെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞേ? ഏതാ? അതായത് അമല ഹോസ്പിറ്റലും പിന്നെ എന്താ മിഷൻ ഹോസ്പിറ്റൽ, 2 ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ കല്ലുണ്ട് എന്നുള്ള റിപ്പോർട്ടോടു കൂടിയാണ് അവരിത് പോയത്. പിന്നീട് ലാസ്റ്റ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പോയി കല്ല് അതിൽ കാണുന്നില്ല, എന്തിനാണ് വന്നതെന്നാണ് അവർ ചോദിച്ചത്. എന്തിനാണ് സ്കാൻ ചെയ്യേണ്ട അവസ്ഥ വന്നത്? കല്ലില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇനി എന്തിനകത്ത് നിങ്ങൾ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതിനകത്ത് കല്ലിൻ്റെ ഒരു അംശം ഇല്ലാത്ത പോലെ പരിപൂർണ്ണമായിട്ട് ഓക്കെ ആയിരിക്കുന്നത് പറഞ്ഞു. ഇപ്പൊ 2 വർഷമായി ഇത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ 2 വർഷമായിട്ട് കല്ലിൻ്റെതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ശരീരത്തിലില്ല അല്ലേ? അപ്പൊ നിങ്ങൾ അതിന് എന്താ ശരിക്കും ചെയ്തത്? അതായത് നിങ്ങൾ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ രോഗികളുടെ നാഥൻ എന്ന പഴയ അഭിഷേകാഗ്നി അത് കണ്ടു കഴിഞ്ഞു. രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞ ഒരു
ഒരു അരമുക്കാൽ മണിക്കൂർ എന്നുള്ളൊരു പ്രാർത്ഥന ശുശ്രൂഷ അതിനകത്തുണ്ട് അല്ലേ, യൂട്യൂബിലുണ്ട്. ആ യൂട്യൂബിൽ അത് കണ്ടങ്ങൾ പ്രാർത്ഥിച്ചു അല്ലേ. ആരാധന കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ വിയർത്തു, തണുപ്പടിക്കുന്ന പോലെ തോന്നുന്നു. ശരീരത്തിൽ ഇങ്ങനെ ഐസ് വെച്ചതുപോലെയും അതുപോലെ ശരീരം മൊത്തം വേർക്കലും, അങ്ങനെ പല അനുഭവങ്ങൾ ആ ആരാധനയുടെ സമയത്ത് കൃഷ്ണനോട് കൊടുത്ത്. പിന്നെ നോക്കുമ്പോൾ കുഴപ്പമില്ല. മറ്റൊരു സാക്ഷിയുള്ളത് 8 വർഷമായിട്ട് ഭവനം വിൽക്കാൻ തടസ്സമായിരുന്നു. അച്ഛൻ മുക്കാട്ടുകര പള്ളിയിൽ AFCM മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നപ്പോൾ അച്ഛൻ്റെ മുന്നിൽ വന്ന് ആധാരം കൈപിടിച്ച് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സാക്ഷി പറയാനായിട്ട് ഒരുങ്ങണമെന്ന് പറഞ്ഞു. 3-ാം ദിവസം വീടിൻ്റെ വിൽപ്പന സംബന്ധമായി തടസ്സം. 3-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ആ വിൽപ്പന തടസ്സം മാറി, ആളുകൾ വന്ന്. 8 വർഷമായിട്ട് ഇങ്ങനെ ബ്ലോക്കായി കിടക്കാറുണ്ട് അല്ലേ. 8 വർഷം ബ്ലോക്കായി കിടന്ന സംഗതിയാണ്. ഈശോ അനുഗ്രഹിച്ച് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ വീണ്ടും ഒന്ന് കേൾക്കുകയാണ്. കരുണ തോന്നിയപ്പോൾ ഈശോ ചെയ്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 6:34. യേശു കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ, കരുണ തോന്നുകയാണ്. കമ്പാഷൻ, കും പ്ലസ് പാസിയോ എന്ന് പറഞ്ഞാൽ ടു സഫർ വിത്ത്, കൂടെ സഹിക്കുന്ന അനുഭവമാണ് യേശുവിന്. ഇവരുടെ വേദനയും കണ്ണീരും ഇടയിലില്ലാത്ത അവസ്ഥയെല്ലാം കണ്ട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നിയപ്പോൾ ഈശോ ചെയ്ത കാര്യം അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. ഇന്ന് ഓരോ വ്യക്തിക്കും അനുകമ്പ, കരുണ തോന്നുമ്പോൾ നമ്മൾ പഠിപ്പിക്കണം. കാറ്റിസം പഠിപ്പിക്കുന്നവരുണ്ട്, വചനം പഠിപ്പിക്കുന്നവരുണ്ട്, വീടുകളിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ ശുശ്രൂഷാലയത്തിൽ നമ്മളത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യേശു പെട്ടെന്ന് കുറച്ച് സമയം എടുത്ത് പറഞ്ഞ അങ്ങനെയല്ല ചെയ്തു. സമയമെടുത്ത് ഈശോ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ സമയം ഒരുപാട് വൈകിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈശോ ഒരുപാട് മണിക്കൂറുകൾ കർത്താവ് വചനത്തിലൂടെ അവരോട് സംസാരിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ അങ്ങനെയാണ്, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. അതായത് യേശുവിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ഒരു പ്രത്യേകത, വളരെ നീളമുള്ള, വളരെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങൾ, വചന ശുശ്രൂഷകൾ ഈശോ നടത്തിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും വളരെ ചെറിയ പ്രസംഗങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു ചെയ്ത കാര്യം വളരെ ദീർഘമായ തരത്തിൽ കർത്താവ് അവരോട് സംസാരിച്ചു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവം നമുക്കറിയാം. ഈശോ അവരോട് രാവിലെ മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് കുറേ സംസാരിച്ചും വചനം പറഞ്ഞും അവരുടെ ഹൃദയം ജ്വലിപ്പിച്ചും വചനം പറഞ്ഞു അവരുടെ ഹൃദയമെല്ലാം ജ്വലിച്ച് സായാഹ്നമായപ്പോൾ അവർ പറയുകയാണ്, ദേ സമയം വൈകിയിരിക്കുന്നു, ഒരുപാട് വൈകിയിരിക്കുന്നു, അങ്ങ് ഞങ്ങളെ വിട്ടുപോകരുത്. ഈശോ പരിശുദ്ധ കുർബാന അവർക്ക് വാഴ്ത്തി കൊടുക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതായത് ഒരുപാട് മണിക്കൂറുകൾ കർത്താവ് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നുമ്പോൾ ഈശോ ചെയ്ത കാര്യമാണ്, ഈശോ പല കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ്ലീഹ ചെയ്ത 1-2 കാര്യങ്ങളാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. നോക്കിയേ, അതായത് അർദ്ധരാത്രി രാത്രി 12 മണി വരെയും പൗലോസ് പറഞ്ഞിട്ട് തീരുന്നില്ല. കാരണം ജീവൻ്റെ വചനം യേശുവിനെക്കുറിച്ച് പറഞ്ഞ് പൗലോസ് ലീഹ മടുക്കുന്നില്ല. ആളുകൾ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്, ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു. എവുത്തിക്കോസ് എന്നു പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിൽ ആണ്ടു. നിദ്രാധീനനായ അവൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു.
അവനെ ചെന്ന് എടുക്കുമ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. നോക്കിയേ, അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ചില ആൾക്കാർ ജനൽപ്പടിയിൽ പോയിരുന്നു, പക്ഷേ ഇവനെ കുറ്റം പറയുന്നല്ല, അവൻ മറിഞ്ഞു വീണു, അവൻ ആൾ മരിച്ചു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. തുറന്നു പറയാണ്, പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ദീർഘനേരം വചന ശുശ്രൂഷ, ദീർഘനേരം ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പറച്ചിൽ, ദീർഘനേരം സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, സംഭാഷണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവും പൗലോസും പത്രോസും ശുശ്രൂഷകരൊക്കെ ചെയ്ത ഒരു മനോഹരമായൊരു കാര്യമാണത്. അടുത്തടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന് നമ്മൾ നന്ദി പറയുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് കരുണ തോന്നിക്കഴിഞ്ഞപ്പോൾ ഈശോ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരോട് ദീർഘനേരം ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈശോ പഠിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ദൈവവചന ശുശ്രൂഷ നൽകിയ മതാധ്യാപകർ, വൈദികർ, ധ്യാനങ്ങൾ, അവയോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നുകയോ കുറ്റം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് പ്രാർത്ഥിക്കാൻ കൂടി ഇന്ന് പരിശുദ്ധാത്മ നമ്മൾ വിളിക്കുകയാണ്. ബൈബിളിൽ യേശുവും പൗലോസൊക്കെ ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദീർഘനേരം സുവിശേഷ വേല ചെയ്യും, ദീർഘനേരം ആളുകളെ പഠിപ്പിക്കുന്നു, ദീർഘനേരം വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയാ. അതുപോലെ തന്നെ ഈശോയ്ക്ക് കരുണ തോന്നിക്കഴിഞ്ഞപ്പോൾ ഈശോ ഇത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, ഈശോ രോഗികളെ സുഖപ്പെടുത്തി. കരുണ തോന്നിക്കഴിഞ്ഞപ്പോൾ അതാണ്, അതായത് പല രീതിയിൽ കർത്താവിന് കരുണ തോന്നും. ഉദാഹരണം പറഞ്ഞാൽ മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറയണത്? മാത്യു ചാപ്റ്റർ 20:34. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. അതായത് യേശുവിൻ്റെ ഒരു പ്രത്യേകത, ഉള്ളലിഞ്ഞു. എപ്പോഴാണ് ഉള്ളലിഞ്ഞത്? ഈ 2 അന്ധന്മാർ അവർ ചുമ്മാ ഇരുന്നുകൊണ്ട് ഉള്ളലിഞ്ഞില്ല. അവർ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര കനിയണമേ എന്ന് ചങ്കു പറഞ്ഞ് അവർ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് യേശുവിൻ്റെ ഉള്ളലിഞ്ഞത്. യേശുവിൻ്റെ ഉള്ളലിഞ്ഞു, കരുണ തോന്നി, യേശു തൊട്ടു, അവർ 2 പേർക്കും കാഴ്ച കിട്ടി. അത് ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വാക്യം, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവന് എളിമപ്പെടുന്നു, മുട്ടുകുത്തുന്നു, അവൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ 41-ാമത്തെ വാക്യം, അടുത്ത വാക്യത്തിൽ വചനം എങ്ങനെയാണ്? യേശുവിന് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ ഇവൻ മുട്ടുകുത്തി എളിമപ്പെട്ട്, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ കരുണ തോന്നി കൈ നീട്ടി യേശു അവനെ സ്പർശിച്ചു. മൂവ്ഡ് വിത്ത് കമ്പാഷൻ, ജീസസ് stretched out his hands and touched him and said, I do choose you be healed. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവന് സൗഖ്യം കിട്ടുകയാണ്. അപ്പോൾ കരുണ തോന്നിയപ്പോൾ ഈശോ ചെയ്തൊരു കാര്യം, വലിയ കരുണയോടുകൂടി സ്പർശിക്കുന്നു. കോവിഡിൻ്റെ സമയത്ത് ഒരു സഹോദരൻ പറയണം, അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ആരുമില്ലാത്ത രോഗികൾ ഇങ്ങനെ കടന്ന് സങ്കടം കൊണ്ട് വിഷമിക്കുമ്പോൾ ഈ വചനം അദ്ദേഹത്തിനുള്ളിലേക്ക് വന്നു. അദ്ദേഹം പറയാണ്, ഒരിക്കലും ഒരു രോഗിയെ ഇങ്ങനെ കൈകളിലൊന്ന് പിടിച്ചപ്പോൾ ആ വ്യക്തിയെ കിട്ടിയ വലിയ ആശ്വാസം, വലിയ സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോ സ്പർശനത്തിലൂടെയും ഈശോ തൊടുന്നത് പോലത്തെ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ ആളുകൾക്ക് ലഭിക്കട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വീടുകളിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നവരുണ്ട്, ആശുപത്രിയിൽ ശുശ്രൂഷിക്കുന്നവരുണ്ട്, രോഗസന്ദർശനം നടത്തുന്നവരുണ്ട്, ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മറക്കരുത്, യേശു കരുണ തോന്നി തൊട്ടു, സൗഖ്യമുണ്ടായി. നമ്മുടെ സ്പർശനത്തിലൂടെ സൗഖ്യവും വിടുതലും അനേകർക്കുണ്ടാകട്ടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കരുണ തോന്നിയപ്പോൾ യേശു ചെയ്ത കാര്യം രോഗികളെ സുഖപ്പെടുത്തി എന്നുള്ളതാണ്. കരുണ തോന്നിയപ്പോൾ അങ്ങനെയാണ്, വലിയ കരുണ. രോഗികളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കരുണയുണ്ടാകട്ടെ. ഈശോയുടെ വചനം ഓർക്കാം, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഓരോ രോഗിയിലും ഈശോയുടെ മുഖം കണ്ട് അവരെ സ്പർശിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ കാര്യം, കരുണ തോന്നിയപ്പോൾ ഈശോ ചെയ്ത 3-ാമത്തെ കാര്യം, അത് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36, 37, 38 വാക്യങ്ങളാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരുടെയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരെ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ.
പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് ദേഷ്യമല്ല തോന്നിയത്, കരുണ തോന്നി, അനുകമ്പ തോന്നി. കാരണം എന്താ? അവരിടയിനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. നമുക്ക് ഓരോ ജനക്കൂട്ടത്തെ കാണുമ്പോൾ അങ്ങനെ തോന്നണം. പലതരത്തിൽ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ആൾക്കാർ, പലതരത്തിൽ പല കാര്യങ്ങളുടെ പുറകെ പോകുന്നവർ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിരീശ്വരവാദത്തിന് പുറകെ പോകുന്നവർ, ചെറുപ്പക്കാർ മറ്റ് മയക്കുമരുന്നിൻ്റെയും അശുദ്ധിയുടെയും പുറകെ പോകുന്നവർ, ഇത് കാണുമ്പോൾ നമുക്ക് കരുണ തോന്നണം. കരുണ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു. ഈശോ എന്താ ചെയ്യാൻ പറഞ്ഞത്? യേശു പറയുകയാണ്, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ തന്നെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമ്മൾ ചെയ്യാൻ കടപ്പെട്ടൊരു കാര്യമാണ് വിളവിൻ്റെ നാഥനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അത് ഈശോയുടെ ഒരു കൽപ്പനയാണത്. നമുക്കും കരുണ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. കർത്താവേ, ധാരാളം വേലക്കാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ സ്വരം സ്വർഗം കേൾക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കും, യാതൊരു സംശയവുമില്ല. കാരണം കർത്താവ് നുണ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഓരോ വാക്കും സത്യമാണ്. അവിടുന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചെയ്യുക. ബാക്കി കർത്താവായ യേശു ക്രിസ്തു ചെയ്യും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു പക്ഷേ നമ്മുടെ പല കുട്ടികളും പല ചെറുപ്പക്കാരും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, പഠനത്തിനൊക്കെ വേണ്ടി വേറെ ദേശങ്ങളിലേക്കൊക്കെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ത്? വിളവധികം വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് കർത്താവ് പല ആളുകളെയും ശുശ്രൂഷയ്ക്കായിട്ട് അവരുടെ അടുക്കലേക്ക് അയക്കും. ഒരുപക്ഷെ ഹോം മിഷൻ്റെ രൂപത്തിലായിരിക്കും, ഒരുപക്ഷെ വികാരിച്ചൻ്റെ രൂപത്തിലായിരിക്കും, വേണ്ട സിസ്റ്റേഴ്സിൻ്റെ രൂപത്തിലായിരിക്കും. നല്ല നല്ല ജീസസ് യൂത്തിലെ പോലുള്ള ആളുകൾ നല്ല വിശുദ്ധിയോടുകൂടി ആളുകളെ ദൈവസ്നേഹത്തിലേക്ക് കൃപയിലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കും. ഈശോയ്ക്ക് നന്ദി പറയാം. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയാ. കരുണ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെങ്കിൽ വിളഭൂമിയിലേക്ക് ധാരാളം വേലക്കാരെ അയക്കണമെന്നുള്ള പ്രാർത്ഥന. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ 3 കാര്യങ്ങളൊന്ന് ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് സാധിക്കുന്ന 1-2 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആദ്യമേ തന്നെ ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞങ്ങൾക്ക് ധാരാളം വേലക്കാരെ അങ്ങ് അയക്കണം, സുവിശേഷ വേലക്കാരെ അങ്ങ് അയക്കണം. കർത്താവേ, ഞങ്ങളെ അങ്ങ് അയക്കണം, പല ദേശങ്ങളിലേക്ക് അങ്ങ് അയക്കണം, പല അവസ്ഥകളിലേക്ക് അങ്ങ് അയക്കണം. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ഈശോയുടെ വചനം അനുസരിച്ച് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, വിളവധികം വേലക്കാരെ ചുരുക്കം, അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് വിളവിൻ്റെ നാഥ അയക്കണമേ, 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 ധാരാളം വേലക്കാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച എന്താണ്? ഈശോയ്ക്ക് കരുണ തോന്നിക്കഴിഞ്ഞപ്പോൾ ഈശോ ധാരാളം വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഈശോ ധാരാളം അവരെ പഠിപ്പിച്ചു. ധാരാളമായിട്ട് ഈശോ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. അതേപോലെ ധാരാളം ദൈവവചനം, സത്യവിശ്വാസം എല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ 16-ാം അധ്യായം 13-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. പരിശുദ്ധാത്മാവ് യേശുവാകുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അനേകരെ നയിക്കാൻ, നമ്മളെ നയിക്കാൻ, ഇവിടെ മക്കളെ നയിക്കാൻ, വേറെ നിരീശ്വര ചിന്തയിലേക്ക് പോകാതെ വിശ്വാസത്തിലേക്കും കൃപയിലേക്കും കടന്നു വരണം. അതിനുവേണ്ടി കർത്താവേ, ഒരുപക്ഷെ ഞങ്ങൾക്ക് ദീർഘനേരമുള്ള പ്രഭാഷണം ഇഷ്ടമില്ലാത്ത സ്വഭാവമായിരിക്കും, അത് ഞങ്ങൾക്ക് മാറ്റിത്തരണമേ. യേശു ദീർഘമായി പഠിപ്പിച്ചു, പൗലോസ് ദീർഘമായി പഠിപ്പിച്ചു, ചിലപ്പോൾ രാത്രി മുഴുവനും പഠിപ്പിച്ചു, അതിരാവിലെ വരെ ഇരുന്ന് ആത്മീയ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയുള്ള കൃപകൾ, അഭിഷേകം എല്ലാം സഭയിൽ വീണ്ടും ശക്തിപ്പെടാൻ, വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒന്നും കൂടെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കൂടെയായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമ്മളൊന്ന് ചേർന്ന് സ്തുതിക്കുകയാണ്, ഒന്ന് ചേർന്ന് മഹത്വപ്പെടുത്തുകയാണ്. കരുണയുള്ള ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് മക്കളായ നമ്മൾ പാടി വസ്തുരൂപനായ യേശുവിനെ ആരാധിക്കട്ടെ. ഒന്നു ചേർന്നു ദാസർ പാട ആരാധന, ഓ സ്തിരൂപനേശുവേ
ഒന്ന് ചേർന്ന് പാടുന്നു. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ സ്ഥിരൂപനേശുവേ ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് പാടുന്നു. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ സ്ഥിരൂപനേശുവേ ആരാധന ആരാധന. കരുണയുള്ള യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരുണ കാണിക്കാതെ പോയ എല്ലാ അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണ തോന്നിയ കർത്താവ് കരനീട്ടി സ്പർശിച്ചു. നമ്മുടെ കൈകൾ നീട്ടി നമ്മൾ കരുണയോടുകൂടി സ്പർശിക്കാതിരുന്ന എല്ലാ അവസരങ്ങളെ ഓർക്കുന്നു. വെറുപ്പോടെ സ്പർശിച്ചത്, വൈരാഗ്യത്തോടെ സ്പർശിച്ചത് എല്ലാം ഓർത്ത് അനുദപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കരുണ തോന്നിയപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സില്ല. അവസ്ഥകളെല്ലാം യേശുവിനെ സമർപ്പിച്ച്, ദൈവമേ, വലിയ സ്നേഹത്തോടെ കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ, രോഗികളോട് പെരുമാറാൻ, ആലഭിഹനരോട് പെരുമാറാൻ കരുണ തോന്നി കൈനീട്ടി തൊട്ട കർത്താവേ, ഞങ്ങളങ്ങനെ ചെയ്യാതിരുന്ന എല്ലാ അവസരങ്ങളും ഓർത്ത് മാപ്പ് ചോദിച്ച്, കർത്താവേ, അങ്ങനെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങനെ ചെയ്തു കൊടുക്കാതിരുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കരുണ തോന്നിയ കർത്താവ് നമ്മളോട് കൽപ്പിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം വിളവധികം, വേലക്കാരെ ചുരുക്കം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നത് മൂലം ഉണ്ടായ എല്ലാ ദുരിതങ്ങളെ ഓർത്ത്, കഷ്ടപ്പാടുകൾ അനേകർ യേശുവിനെ അറിഞ്ഞില്ല, അതിനെല്ലാം ഓർത്ത് അനുദപിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി, കരുണയുള്ള ദൈവമേ, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും തുറക്കണമേ എന്ന് ആഗ്രഹിച്ച് എളിമയോടുകൂടി പാടി പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കൈകൾ നെഞ്ചോട് ചേർത്ത് കർത്താവിന്റെ സന്നിധി നമ്മൾ എളിമയോടും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഒരുപാട് കരുണയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും വിശുദ്ധിയിൽ ജീവിക്കാനെല്ലാം കൃപ ലഭിക്കാൻ വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കിയെന്ന് വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ.